പിമ്പിൾസിന് നമുക്ക് പല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ പ്രൊസീജിയറൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് നമുക്കതിന് തിരിക്കാൻ പറ്റും. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ആക്നെയുടെ ഗ്രേഡ് അനുസരിച്ചാണ്, പിമ്പിൾസിൻ്റെ എത്രത്തോളം സിവിയർ ആണെന്നനുസരിച്ചാണ് അതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് വരുന്നത്. അതിൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട ക്രീംസ് ഉണ്ടാവും. പിന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് പോലത്തെ മെഡിസിൻസ് ഉണ്ടാവും. ഏർലി സ്റ്റേജ് ആക്നെയുടെ, അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ അതുപോലെ കെമിക്കൽ പീൽസ് ആഡ് ചെയ്ത് ചെയ്യാറുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ക്ലെൻസ് ചെയ്യുക, അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കുറയ്ക്കുക, അതുപോലെ പുതിയ ആക്നെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലർക്ക് ഈ പിമ്പിൾസ് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ്, അതേപോലെ തന്നെ ചെറിയ ചുമന്ന പാടുകളൊക്കെ ഉണ്ടാവും. അതിനും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കെമിക്കൽ പീൽസ് അവൈലബിൾ ആണ്. പിന്നെ ആക്നെ വന്ന് പഴയ സ്കാർസ് ഒരു സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിന് സ്കാറിനുള്ള ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. അതാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് 3-4 സെഷൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതിൽ ആ സ്കിൻ സർഫസ് ഇമ്പ്രൂവ് ചെയ്ത് വരും. ആക്നെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആക്നെയുടെ മെയിൻ്റനൻസും പ്രോപ്പർ സ്കിൻ കെയറും.